ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ശർബത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഈ ശർബത്ത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജാ സീഡ് അല്ലെങ്കിൽ ചിയാ സീഡാണ്. അത് നമുക്കൊരു ബോളിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഏകദേശം ഒരു 5-10 മിനിറ്റ് മാത്രം നമ്മൾ അതൊന്ന് കുതിർക്കാൻ മാറ്റി വെച്ചിരുന്നാൽ മതിയാവും. സബ്ജാ സീഡ് ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെ ധാരാളം മതിയാവും. ചിയാ സീഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ 1 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പാല് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ചേർക്കാവുന്നതാണ്. വാനില ഫ്ലേവറിൻ്റെയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നേരെ തന്നെ നമുക്കിതൊന്ന് പാലിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ കസ്റ്റേർഡ് മിക്സും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡറിൻ്റെ അളവ് കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ നല്ലതുപോലെ തിക്കായി പോകും. നമുക്ക് അത്രയും കട്ടിയുടെ ആവശ്യമില്ല. എന്താ ഈ പാലിൻ്റെ ഈ ഒരു കട്ടി ഈ ഒരു അളവിൽ മാത്രം മതിയാവും. നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും കുറച്ചും കൂടി കൂടുതൽ അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് മാത്രം ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയും നല്ല രീതിക്ക് തന്നെ നനഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ചൂടല്ലേ. ഈ ചൂടൊന്ന് മാറട്ടെ. റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ടതായിട്ടും കൂടി ഉണ്ട്. അപ്പോൾ നേരിട്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന സബ്ജ അല്ലെങ്കിൽ ചിയാ സീഡ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിന് കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടതാണ് ആപ്പിളും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വേണം കേട്ടോ ചേർക്കാനായിട്ട്. നമ്മൾ അരിഞ്ഞ് ചേർക്കരുത്, ഗ്രേറ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. 3 ആപ്പിൾ ചേർക്കാം. അപ്പോൾ നേരത്തെ അരിഞ്ഞ് വെക്കരുത്, എങ്കിൽ പിന്നെ അതിൻ്റെ കളർ പാടെ മാറിപ്പോകും. അപ്പോൾ നമ്മളിത് ചേർക്കുന്ന സമയത്ത് മാത്രം ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ആപ്പിൾ ശർബത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ചൂടിനും നോമ്പിനൊക്കെ പറ്റിയ നല്ലൊരു ശർബത്താണ് കേട്ടോ. ഉറപ്പായിട്ടും ഇതുപോലൊരു ആപ്പിൾ ശർബത്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.